ഫ്രണ്ട്സ്, PSC ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ബാങ്കിങ്, ഇൻഷുറൻസ്, ആസൂത്രണം എന്നീ മേഖലകളിൽ നിന്നും സാധാരണ PSC ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്നാണ്? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്നാണ്? 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത്. ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത് 1955. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായത് 1955. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് 1981 അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബാങ്കാണ് ആന്ധ്ര ബാങ്ക്. ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബാങ്ക് 1981 ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ബാങ്കാണ് ആന്ധ്ര ബാങ്ക്. 1987 ഇന്ത്യയിൽ ആദ്യമായി ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ച ബാങ്കാണ് HSBC. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ചത് HSBC ബാങ്കാണ്. 1987 ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിങ് അവതരിപ്പിച്ചത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് അവതരിപ്പിച്ചത് ICICI ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ബാങ്ക് അവതരിപ്പിച്ചത് ICICI ബാങ്കാണ്. ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ഏത് വർഷമാണ്? 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് 1969. ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969. 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി ആരായിരുന്നു? 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1969 ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ധനമന്ത്രിയുടെ ചുമതലയുണ്ടായിരുന്നത് ആർക്കായിരുന്നു? ഇന്ദിരാഗാന്ധിക്കായിരുന്നു. എത്ര ബാങ്കുകളാണ് 1980 ദേശസാൽക്കരിച്ചത്? 1980 ദേശസാൽക്കരിച്ചത് എത്ര ബാങ്കുകളാണ്? 6. 1980 എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 6. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും മുംബൈയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും മുംബൈയിലാണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിൻ സ്ഥാപിതമായ വർഷം എന്നാണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 1955. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്
കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 1955. ICICI ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ICICI ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ്. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ പട്ടാഭി സീതാരാമയ്യ. ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ് ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏത് ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. ഏത് വർഷമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് 1818 1818. ഏത് വർഷമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ച്? 1818. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് ആരായിരുന്നു? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് ആരാണ്? അനിത ബൗസർ ആണ്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് അനിത ബൗസർ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് ആരാണ്? അനിത ബൗസർ ആണ്. ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി. ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റിയാണ് ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. ഏത് വർഷമാണ് ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി സ്ഥാപിതമായത്? ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി സ്ഥാപിതമായത് 1870. ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി സ്ഥാപിതമായത് 1870. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണ്? നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി. ഏത് വർഷമാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത്? ഏത് വർഷമാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത്? 1906. ഏത് വർഷമാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത്? 1906 നാഷണൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത്. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം എന്നാണ്. ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1956. ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1956 ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ്? ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1972. ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1972 ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ടത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1956. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായ വർഷം. ഇന്ത്യയിലെ
ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായത് 1999 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായ വർഷം 1999 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത ഏത് വർഷമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സബ്സിഡറികളെ മാതൃസ്ഥാപനത്തിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര ഇൻഷുറൻസ് കമ്പനികളാക്കിയത്? 2000. ഏത് വർഷമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സബ്സിഡറികളെ മാതൃസ്ഥാപനത്തിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര ഇൻഷുറൻസ് കമ്പനികളാക്കിയത്? 2000. നാഷണൽ ഇൻഷുറൻസ് അക്കാഡമി എവിടെയാണ്? നാഷണൽ ഇൻഷുറൻസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് പൂനെ. നാഷണൽ ഇൻഷുറൻസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. നാഷണൽ ഇൻഷുറൻസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് പൂനെ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം മുംബൈ ആണ്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം എന്നാണ്? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായത് 1919. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1919. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്തയിലാണ്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്ത. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1938. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1938. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ചെന്നൈ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? 1947. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം 1947. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് 1947. ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ദൊരബ് ടാറ്റ സ്ഥാപിച്ചത്? ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ദൊരബ് ടാറ്റ സ്ഥാപിച്ചത്? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി. ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ദൊരബ് ടാറ്റ സ്ഥാപിച്ചത്? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് ദൊരബ് ടാറ്റ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യ. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മടിക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.